എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യക്ക് റെക്കോർഡ് ടാർഗറ്റ്. ഇന്നലെ രോഹിത് ശർമ്മയുടെയും ജഡേജയുടെയും സെഞ്ചുറിയും സർഫറാസിന്റെ അർദ്ധ സെഞ്ചുറിയുടെയും ബലത്തിൽ ആദ്യ ദിനം 326 എന്ന മികച്ച നിലയിലായിരുന്നു കളി അവസാനിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 445 റണ്ണിന് ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. ലഞ്ചിന് ശേഷം പെട്ടെന്ന് തന്നെ ഇന്ത്യക്ക് 3 വിക്കറ്റുകൾ നഷ്ടമായി. ഇന്ന് രാവിലെ ജഡേജ 112 റൺസ് എടുത്ത് ജോ റൂട്ടിന്റെ പന്തിൽ പുറത്തായപ്പോൾ 4 റൺസ് എടുത്ത കുൽദീപ് ആൻഡേഴ്സിന്റെ പന്തിലും പുറത്തായി. സെഞ്ചുറി നേടി ഇന്ത്യൻ ഇന്നിംഗ്സിൽ മികച്ച നിന്ന ജഡേജയുടെ ഇന്നിംഗ്സ് ആണ് ഇന്ത്യക്ക് റെക്കോർഡ് ടാർഗറ്റ് സമ്മാനിച്ചത്. 225 പന്തിൽ 9 ഫോറും 2 സിക്സിന്റെയും ബലത്തിലാണ് താരം 112 റൺസ് നേടിയത്. പിന്നീട് അശ്വിനും ജുറലും ചേർന്ന് ഒരു നല്ല കൂട്ടുകെട്ട് പടുത്തു. 104 പന്തിൽ നിന്ന് 46 റൺസുമായി ധ്രുവ് ജുറൽ തിളങ്ങി. 89 പന്തിൽ നിന്ന് 37 റൺസ് എടുത്ത് അശ്വിനും പുറത്തായി. 2 വിക്കറ്റുകളും റെഹാൻ അഹമ്മദ് ആണ് വീഴ്ത്തിയത്. അവസാനം ബുംറ ആക്രമിച്ചു കളിച്ച് 28 പന്തിൽ നിന്ന് 26 റൺസും എടുത്തു. ഇംഗ്ലണ്ടിനായി മാർക്ക് വൂഡ് 4 വിക്കറ്റും റെഹാൻ അഹമ്മദ് 2 വിക്കറ്റും വീഴ്ത്തി. എന്തായാലും മികച്ച ഒരു ബാറ്റിംഗ് തന്നെയാണ് ഇന്ത്യൻ താരങ്ങൾ മൂന്നാം ടെസ്റ്റിൽ കാഴ്ചവെച്ചത്. 445 മികച്ച ഒരു സ്കോറാണ്. ബൗളിംഗിൽ ഇന്ത്യ ഇന്നും പ്രകടനം കാഴ്ചവെച്ച് മൂന്നാം ടെസ്റ്റിൽ ആധിപത്യം പുലർത്തുമെന്ന് ഉറപ്പാണ്. തുടർന്ന് ഇപ്പോൾ ഇംഗ്ലണ്ട് ബാറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 31 റൺസ് നേടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.